السلام عليكم ورحمة الله وبركاته الحمد لله وحده والصلاة والسلام على من لا نبي بعد റഹീഖുൽ ഖുർആനിന്റെ നാലാമത്തെ സെഷനിലെ മൂന്നാമത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ഫജ്റിലെ 10 മുതൽ 14 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഫിർഔന ദിൽ ഔതാദ് الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد. ഇനി നമുക്ക് ആ ആയത്തുകളുടെ അർത്ഥവും ആശയവും നോക്കാം. ആദ്യമായി കൊണ്ട് 10ാമത്തെ ആയത്ത് വഫിർഔന ദിൽ ഔതാദ് അഥവാ ആണികളുടെ ആളായ ഫിർഔനെ കൊണ്ടും കഴിഞ്ഞ വചനത്തിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടാണ് അർത്ഥം പറയേണ്ടത്. അവിടെ പറഞ്ഞത് ആദ് സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് എന്താണെന്ന് പ്രവാചകരെ താങ്കൾ കണ്ടില്ലയോ എന്നാണ്. അപ്പൊ അതേ രീതിയിൽ തന്നെ ആണികളുടെ ആളായ ഫിർഔനെ കൊണ്ടും അല്ലാഹു ചെയ്തത് എന്താണെന്ന് താങ്കൾ കണ്ടില്ലയോ എന്നാണ് ആയത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഫിർഔനെ സംബന്ധിച്ച് പരാമർശിച്ചത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്ന ഫറോവയെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇസ്രായേലിനെ ഏറെ പ്രയാസപ്പെടുത്തിയ ഈ ഭരണാധികാരി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശക്തമായ രീതിയിൽ തന്നെ നിഷേധിക്കുന്നതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രവാചകനായിക്കൊണ്ട് അംഗീകരിക്കുവാനോ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ മുന്നിൽ പ്രകടമായിട്ടും അത് സ്വീകരിക്കുവാനോ ഒന്നും തയ്യാറാകാതെ തീർത്തും മർക്കടമുഷ്ടിയോടുകൂടി ജീവിതം നയിച്ച വ്യക്തി കൂടിയായിരുന്നു ഈ ഫറോവ. ആത്മീയപരമായി തീർത്തും വികൃതമായ ചിന്തകളും വാദങ്ങളുമായിരുന്നു അയാളുടെ പക്കലുണ്ടായിരുന്നത്. അതേ രീതിയിൽ തന്നെ തന്റെ നാട്ടിലുണ്ടായിരുന്ന നാട്ടുകാരെ പ്രയാസപ്പെടുത്തുകയും അവരുടെ മേൽ അവരെ കൊണ്ട് കഴിയാവുന്നതിലും അപ്പുറം ഭാരമുള്ള ജോലികൾ അടിച്ചേൽപ്പിക്കുകയും അവരിൽ തീർത്തും വികൃതവും വ്യത്യസ്തവുമായ ആജ്ഞാപനകളും കൽപ്പനകളും അടിച്ചേൽപ്പിക്കുകയും അയാൾ ചെയ്തിരുന്നു. ആൺകുട്ടികളെ കൊന്നുകളയുകയും സ്ത്രീകളെ പ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക എന്നത് അയാളുടെ അജണ്ടകളിൽ പെട്ടതായിക്കൊണ്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. എന്തിനാണ് അയാൾ ആൺകുട്ടികളെ കൊന്നുകളഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നാമത്തേത് ഒരു ജ്യോത്സ്യന്റെ പ്രവചനമായിരുന്നു അതിന്റെ കാരണം. തന്നെ കൊല്ലുവാനും തന്റെ അധികാരത്തിൽ നിന്നും തന്നെ ഭ്രഷ്ടനാക്കുവാനും തീർത്തും നശിപ്പിച്ച് കളയുവാനും വേണ്ടി ഒരു ആൺകുട്ടി ഇസ്രായേലിയർക്കിടയിൽ ജന്മം കൊള്ളുമെന്ന ഒരു ജ്യോത്സ്യന്റെ പ്രവചനമായിരുന്നു അതിന് കാരണമായിട്ടുണ്ടായിരുന്നത്. ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു അഭിപ്രായമാണ് ശരിയായിട്ടുള്ളതായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. രണ്ടാമതായിക്കൊണ്ട് ചില ചരിത്രകാരന്മാർ പറയുന്ന കാര്യമാണ്, അതായത് ഇസ്രായേലിനെ ദുർബലപ്പെടുത്തുവാനായി ഫിർഔൻ കണ്ട ഒരു മാർഗമായിരുന്നു ആൺകുട്ടികളെ കൊന്നുകളയുക എന്നത്. സ്വാഭാവികമായും ആൺകുട്ടികൾ നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു സമൂഹം അത് അശക്തരായ സമൂഹമായിക്കൊണ്ട് ജന്മമെടുക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. തന്റെ അധികാരം സംരക്ഷിക്കുവാനും തന്നേക്കാൾ ആരോഗ്യവും തന്നേക്കാൾ ബുദ്ധിസാമർഥ്യവും ഇല്ലാത്ത ഒരു സമൂഹമായിക്കൊണ്ട് ഇവർ വളരണമെന്നും ഉള്ള ചിന്താഗതിയുമായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു നിയമം ജനങ്ങളെ അടിച്ചേൽപ്പിക്കുവാൻ അയാളെ പ്രേരിപ്പിച്ചത് എന്നാണ് ഈ ഒരു ആശയം മുന്നോട്ടെടുക്കുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിലും ശരി, ആൺകുട്ടികളെ എല്ലാം കൊന്നുകളയുന്നുണ്ട് എങ്കിലും ശരി, അതിലെല്ലാം ഇടയിൽ തന്നെ നശിപ്പിക്കുന്ന ആ കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔന്റെ വീട്ടിൽ തന്നെ വളർത്തിയെടുത്തു എന്നത് ഏറെ വ്യത്യസ്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഫിർഔനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ധാരാളം പരാമർശങ്ങൾ കാണുവാൻ സാധിക്കും. അവന്റെ ധിക്കാരത്തെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പച്ചയായി നിഷേധിക്കുന്ന വർത്തമാനങ്ങളെ സംബന്ധിച്ചും ഹദീസുകളിലും വിശുദ്ധ ഖുർആനിക വചനങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൻ നാസിആത്തിൽ 24ാമത്തെ വചനം, അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ ഉന്നതനായ റബ്ബ് അത് ഞാനാകുന്നു എന്ന് വാദിക്കുന്നുണ്ട്. സൂറത്തുൽ ഖസസിൽ നമുക്ക് കാണാം, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനുള്ളതായിക്കൊണ്ട് എനിക്കറിയില്ല, അഥവാ ഞാൻ തന്നെയാണ് നിങ്ങളുടെ ആരാധ്യൻ. സൂറത്തു സുഖ്റുഫിൽ 52ാമത്തെ വചനത്തിൽ കാണാം, അം അന ഖൈറും മിൻ ഹാദൽ ലദീ ഹുവ മഹീനുൻ വലാ യകാദു യുബീൻ, വ്യക്തമായി സംസാരിക്കാൻ കഴിവില്ലാത്തവനായ ഏറെ നിന്ദ്യനായ ഈ മൂസയാണോ അതല്ല
ഞാനാണോ നിങ്ങൾക്ക് ഉത്തമനായിട്ടുള്ളത് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നിന്ദിച്ചുകൊണ്ട് ഫിർഔൻ സംസാരിക്കുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ ഫസ്തഖഫ ഖൗമഹു ഫഅതാഉഹു, തന്റെ ജനതയെ തനിക്ക് വിഡ്ഢികളാക്കുവാൻ സാധിക്കുകയും അങ്ങനെ അത് മുഖേന ആ ജനങ്ങൾ അയാളെ അംഗീകരിക്കുകയും അയാളെ സ്വീകരിക്കുകയും ചെയ്തതായും കാണുവാൻ സാധിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ ആ സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുകയും ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ തന്റെ അധികാരം ഒന്നുകൂടി ശക്തമാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. സൂറത്തു സുഖ്റൂഫിൽ തന്നെ 51-ാമത്തെ വചനം, അലൈസ ലീ മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ, ഈ ഈജിപ്തിന്റെ അധികാരം അതെനിക്കല്ലേ ഉള്ളത്, ഈ നദികളെല്ലാം തന്നെ ഒഴുകുന്നത് എന്റെ കാൽ കീഴിലൂടെയല്ലേ, അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ എന്നിങ്ങനെ വാദിക്കുന്നതായി കൊണ്ട് കാണാം. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് വചനങ്ങൾ ഫിർഔനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശം നടത്തിയതായി കാണുവാൻ സാധിക്കും. മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ ഏറ്റവും അധികം മർക്കടമുഷ്ടി കാണിച്ചിട്ടുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചിട്ടുള്ളതുമായ ഒരു വ്യക്തി കൂടിയായിരുന്നു ഫിർഔൻ എന്ന് ഈ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. ഫിർഔനെ സംബന്ധിച്ച് ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പറഞ്ഞത് ദിൽ ഔതാദ് എന്നാണ്, അഥവാ ആണികളുടെ ഉടമനായ എന്ന പ്രയോഗമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിൽ ഖുവ്വതി, അഥവാ തന്റെ ശക്തിയും സന്നാഹവും ഒക്കെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത് എന്നാണ്. നല്ല കഴിവുള്ളവനായ, അല്ലെങ്കിൽ അവന്റെ സന്നാഹം അത്രയും ഭീമാകാരമായ സന്നാഹമായിരുന്നു, ആ വലിയ സന്നാഹമുള്ളവനായ എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. കാഹിറും ഒക്കെ അടങ്ങിയ മാരണക്കാരും ജ്യോത്സ്യന്മാരും അതേപോലെ തന്നെ തുടങ്ങി എല്ലാ മേഖലകളിലും സജീവമായി നിൽക്കുന്ന ജനങ്ങളുള്ള ഒരു വലിയ സന്നാഹമായിരുന്നു അയാളുടെ സൈന്യമെന്ന് ഈ വചനങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയൊക്കെയാണെങ്കിലും വൻ സൈന്യവും സന്നാഹവുമുള്ള ആ ധിക്കാരിയെ അവന്റേതാണെന്ന് അവൻ അവകാശപ്പെട്ട വെള്ളത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കി നശിപ്പിച്ച് കളഞ്ഞു എന്നത് ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടതാണ്. എത്രയൊക്കെ കഴിവും ശക്തിയും ഒക്കെ ഉണ്ട് എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നാം ഒന്നുമല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. എത്ര സാങ്കേതിക വിദ്യകളുടെ എത്ര വലിയ ഉന്നതങ്ങളിലേക്ക് നമ്മൾ കുതിച്ചു പോയിട്ടുണ്ട് എങ്കിലും അതിന്റെ എല്ലാം അപ്പുറത്ത് നമ്മുടെ എല്ലാം സൃഷ്ടാവും നമുക്ക് ബുദ്ധിയും വിവേകവും ഒക്കെ നൽകിയ നമ്മുടെ സൃഷ്ടാവ് അതിന്റെ എല്ലാം എത്രയോ അപ്പുറത്താണ് ഉള്ളത് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആ ഒരു വലിയ ഗുണപാഠം ഈ സംഭവത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനും കഴിയേണ്ടതുണ്ട്. കാരണം നമുക്കുള്ള കഴിവും നമ്മുടെ ശക്തിയും എല്ലാം തന്നെ നൽകിയത് അത് അല്ലാഹുവാണ് എന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് അത് നമുക്കുണ്ടായിരിക്കണം. അത് നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും ദൈവനിഷേധിയായിക്കൊണ്ടും അതേപോലെ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായിക്കൊണ്ടും മനുഷ്യൻ മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 11-ാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. അല്ലദീന തഗൗ ഫിൽ ബിലാദ്, അതായത് നാടുകളിൽ അതിക്രമം പ്രവർത്തിച്ചവരായ ആളുകൾ. തൊട്ടു മുമ്പുള്ള വചനങ്ങളിൽ പരാമർശിച്ച ആദിനെയും സമൂദിനെയും ഫിർഔനെയും അവരുടെ എല്ലാം സ്വഭാവമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. അവർ അതിക്രമം പ്രവർത്തിച്ചിട്ടുണ്ട്, നാടുകളിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. തുഗ്യാൻ എന്ന പദത്തിന്റെ അർത്ഥം മലയാളത്തിൽ അതിനെ അതിക്രമം എന്ന് പറയാം. അതിക്രമമായി മാറുന്നത് അത് മുജാവസത്തുൽ ഹദ്, പരിധി വിട്ടു പോകുമ്പോഴാണ്. അത്തരത്തിൽ തെമ്മാടിത്തം നിറഞ്ഞ് അത് പരിധി വിട്ടു പോകുമ്പോഴാണ് തുഗ്യാൻ എന്ന പദം അതിനു വേണ്ടി പ്രയോഗിക്കുന്നത്. ആ ഒരു പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ സൂറത്തുൽ ഹാക്കയിലെ 11-ാമത്തെ വചനം ഒന്ന് പാരായണം ചെയ്താൽ നന്നായിരിക്കും. ഇന്നാ ലമ്മാ തഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. അഥവാ ഇന്നാ ലമ്മാ തഗൽ മാഉ, വെള്ളം അതിരു കവിഞ്ഞ സമയത്ത്, ഹമൽനാകും ഫിൽ ജാരിയ, നിങ്ങളെ നാം ആ കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തി. വെള്ളം അതിരു കവിഞ്ഞ എന്ന് പറയാൻ എന്ന് അർത്ഥം കിട്ടുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച ഒരു പ്രയോഗം തൊക എന്നുള്ളതാണ്. തൊക എന്ന് പറഞ്ഞാൽ അതിരു കവിഞ്ഞു പോയി. ആ ഒരു അർത്ഥമാണ് ഇവിടെ തുഗ്യാൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ 11-ാമത്തെ വചനത്തിൽ അല്ലദീന തഗൗ ഫിൽ ബിലാദ് എന്ന് പറയുമ്പോൾ, അതായത് നാടുകളിൽ അതിക്രമം പ്രവർത്തിച്ചവർ എന്ന ആ ഒരു വിശേഷണം യഥാർത്ഥത്തിൽ മുമ്പ് പറഞ്ഞ എല്ലാ
ജനവിഭാഗത്തിൻ്റെതുമായി കൊണ്ടാണ് പരാമർശിച്ചിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ അതിനെ ഫിർഔനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞതായി കാണാം. എന്നാൽ അതിന്റെ ശരിയായുള്ള വശം തൊട്ടു മുമ്പ് പറഞ്ഞ ആദിന്റെയും സമൂദിന്റെയും ഫിർഔന്റെയും ആ 3 ജനവിഭാഗത്തെയും സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു വിശേഷണം പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അവർ ചെയ്ത തുകിയാൻ, അതിക്രമം, അത് എന്താണെന്ന് പറഞ്ഞാൽ ആരാധനാപരമായ സൃഷ്ടാവിനോടും ഭൗതികപരമായി കൊണ്ട് സൃഷ്ടികളോടും അതിക്രമം കാണിച്ചു എന്നുള്ളതാണ്. 2 രീതിയിലും അവരുടെ ഭാഗത്തു നിന്ന് തുകിയാൻ, അതിക്രമം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, പ്രകടമായിട്ടുണ്ട് എന്നതിനാലാണ് അവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാക്യം പ്രയോഗിച്ചിട്ടുള്ളത്. ശേഷം 12-ാമത്തെ വചനത്തിൽ അല്ലാഹു വീണ്ടും പറഞ്ഞു, ഫഅക്സറൂ ഫീഹൽ ഫസാദ്, അവിടെ കുഴപ്പങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തവരാണവർ. അഥവാ നാടുകളിൽ അവർ കുഴപ്പങ്ങൾ അധികരിപ്പിച്ചിട്ടുണ്ട്, വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഈ ആയത്തിൽ കുഴപ്പം, ഫസാദ് എന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് ഈ ഒരു പദത്തെ നമ്മൾ വിവക്ഷിക്കുകയാണെങ്കിൽ ഫസാദ് എന്ന ആ ഒരു പദത്തിന് 2 അർത്ഥങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും. ഒന്നാമത്തേത് അൽ ഫസാദുൽ ഹിസ്സി, രണ്ടാമത്തേത് അൽ ഫസാദുൽ മഅനവി. ഫസാദുൽ ഹിസ്സി എന്ന് പറഞ്ഞാൽ പ്രകടമായ രീതിയിലുള്ള കുഴപ്പങ്ങളാണ്. അതായത് മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ കുഴപ്പമായി തോന്നുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഒരാളെ കൊല്ലുക, അതേപോലെ തന്നെ മോഷണം നടത്തുക, പിടിച്ചുപറി നടത്തുക, ഇതൊക്കെ പ്രത്യക്ഷത്തിലുള്ള കുഴപ്പങ്ങളാണ്. അതാണ് അൽ ഫസാദുൽ ഹിസ്സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് അൽ ഫസാദുൽ മഅനവിയാണ്. അത് പരോക്ഷത്തിലുള്ള കുഴപ്പങ്ങളാണ്. അഥവാ മതപരമായി കൊണ്ട് അത് പ്രശ്നങ്ങളാണ്, ഭീമാകാരമായുള്ള പ്രശ്നങ്ങളാണ്. അതിനെയാണ് അൽ ഫസാദുൽ മഅനവി എന്ന് വിളിക്കുന്നത്. ശിർക്ക് ചെയ്യുക, അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങൾ ചെയ്യുക, ഫർളായ കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കുക, ഇതൊക്കെയാണ് അൽ ഫസാദുൽ മഅനവി എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടും. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ള പ്രകടമായുള്ള അർത്ഥം അത് അൽ ഫസാദുൽ മഅനവിയുടെ അർത്ഥമാണ്. അഥവാ പരോക്ഷത്തിലുള്ള കുഴപ്പങ്ങളാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ്. എന്നാൽ ഈ ഫസാദുൽ മഅനവി, പരോക്ഷത്തിലുള്ള മതപരമായുള്ള നിഷ്ഠകളിൽ വരുന്ന പാകപ്പിഴവുകൾ, അത് അധികരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുകയും അങ്ങനെ സമൂഹത്തിൽ അത് പ്രകടമായിക്കൊണ്ട് എല്ലാവരും ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഹറാമുകളിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം ഉടലെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാൽ അൽ ഫസാദുൽ ഹിസ്സി അഥവാ പ്രകടമായുള്ള കുഴപ്പങ്ങൾ അത് കണ്ടുവരുവാൻ തുടങ്ങുമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമികപരമായി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അധികമായി കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് പ്രകടമായുള്ള കുഴപ്പങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കാരണമാകുമെന്നാണ് പറഞ്ഞതിന്റെ സാരം. അങ്ങനെ സമൂഹത്തിൽ തീർത്തും അലക്ഷ്യമായിക്കൊണ്ടുള്ളൊരു ജീവിതം ജനങ്ങൾ മുന്നോട്ട് നയിക്കുമ്പോൾ തീർത്തും സമൂഹത്തിൽ കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവിടം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അവതീർണമാകുവാൻ കാരണമാകുമെന്ന് കഴിഞ്ഞ സമുദായങ്ങളിൽ സംഭവിച്ചതും ഈ കാര്യം തന്നെയാണ്. അല്ലാഹുവിനെ നിഷേധിക്കുകയും പ്രവാചകന്മാരുടെ കൽപ്പനകൾ സ്വീകരിക്കാതിരിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പരിഗണിക്കാതെ ജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ സ്വാഭാവികമായും പ്രകടമായുള്ള കുഴപ്പങ്ങൾ ഉടലെടുക്കുവാൻ അത് കാരണമാകുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനവിഭാഗത്തെ ഒന്നടങ്കം നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നു. ഇത് കഴിഞ്ഞ സമുദായങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളുമാണ്. എന്നാൽ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തെ ഒന്നടങ്കം അല്ലാഹു നശിപ്പിച്ചു കളയുകയില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചതും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയ കാര്യവുമാണ്, ഒന്നടങ്കം നശിപ്പിച്ചു കളയുകയില്ല എന്നത്. പക്ഷേ സമൂഹത്തിൽ കുഴപ്പങ്ങൾ അധികരിക്കുകയും അൽ ഫസാദുൽ ഹിസ്സിയും അൽ ഫസാദുൽ മഅനവിയും എല്ലാം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർത്തും നിന്ദ്യന്മാരായിക്കൊണ്ടും ഒക്കെ ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ മുഹമ്മദ് നബിയുടെ സമുദായത്തെ മൊത്തത്തിലല്ലാതെ ആ ഒരു ജനങ്ങൾക്ക് മാത്രമായി കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു നാട്ടിൽ മാത്രമായി കൊണ്ടോ അള്ളാഹുവിന്റെ കോപം അത് അവതീർണമായേക്കാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം അത് ശിക്ഷയായി ഇറങ്ങിയ രൂപമാണ് ശേഷമുള്ള വചനത്തിൽ അള്ളാഹു പറയുന്നത്, ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. അതിനാൽ തന്നെ നിന്റെ രക്ഷിതാവ് അവരുടെ മേൽ ശിക്ഷയുടെ ചമ്മട്ടി വർഷിച്ചു എന്ന്. അഥവാ ഘോരമായ ശിക്ഷയുടെ നിറകുടം അള്ളാഹു അവരിൽ കമഴ്ത്തിക്കളഞ്ഞു. സബ്ബ യസുബ്ബു എന്ന ആ ഒരു പദം ഏറെ ശ്രദ്ധേയമാണ്. മുകളിൽ നിന്നും ചൊരിയുന്നതിനെയാണ് അറബിയിൽ സബ്ബ യസുബ്ബു എന്ന ആ ഒരു പദം പ്രയോഗിക്കാറുള്ളത്. അതേപോലെ തന്നെ തൊട്ട് ശേഷം പറഞ്ഞ സൗത്ത അദാബ്, ശിക്ഷയുടെ ചമ്മട്ടി വർഷിച്ചു എന്ന് പറഞ്ഞത്,
അത്രയും ഘോരമായ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് അനുഭവിപ്പിച്ചു എന്നാണ് ഈ വചനം സൂചിപ്പിക്കുന്നത്. ഇമാം ഫറാ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, സൗത്ത അദാബ് എന്ന ഒരു പ്രയോഗം അത് സാധാരണയായി അറബികൾ എല്ലാവിധ ശിക്ഷകളെയും സൂചിപ്പിക്കുവാൻ വേണ്ടി പറയാറുണ്ട്. പക്ഷെ അത് കൂടുതലായി ഉപയോഗിക്കാറുള്ളത് പ്രത്യേകിച്ചും വേദനയേറിയ ശിക്ഷകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സൗത്ത അദാബ് എന്ന പ്രയോഗം അറബികൾ പ്രയോഗിക്കാറുള്ളത് എന്നാണ്. അതിന് ഇങ്ങനൊരു അർത്ഥം കൂടി നൽകിയതായും നമുക്ക് കാണുവാൻ സാധിക്കും. അദാബുൻ യുഖാലിതുൽ ലഹ്മ വദ്ദം, രക്തവും മാംസവും കലങ്ങിപ്പോകുമാറുള്ള ശിക്ഷ. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉള്ളു കലങ്ങുന്ന ശിക്ഷ എന്ന ഒരു പ്രയോഗമാണ് സൗത്ത അദാബ് എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. ആദ് സമൂദ് ഗോത്രങ്ങളിലേക്കും ഫിർഔന്റെ ആളുകളിലേക്കും ശക്തമായുള്ള ശിക്ഷ ഇറങ്ങുവാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ അവർ പ്രവാചകന്മാരെ ധിക്കരിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾ തീർത്തും തിരസ്കരിക്കുകയും ചെയ്യുന്നത് മൂലം ഭൂമിയിലെ കുഴപ്പങ്ങൾ തുറന്നുവിട്ടു എന്നതാണ്. അഥവാ അൽ ഫസാദുൽ മഅനവി ചെയ്യുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ അൽ ഫസാദുൽ ഹിസ്സിയും പ്രകടമായി. അങ്ങനെ തീർത്തും ഭൂമിയിലെ കുഴപ്പങ്ങൾ അവർ തുറന്നുവിടുകയും ചെയ്തു. അതുമൂലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഇറക്കിക്കൊണ്ട് അവരെ പാടെ നശിപ്പിച്ചു കളഞ്ഞത്. എന്നാൽ അവർക്കുള്ള പ്രതിഫലം അത് കേവലം ഈ ഒരു ശിക്ഷയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് അതിനേക്കാൾ എത്രയോ ഘോരമായുള്ള ശിക്ഷ പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കായി തയ്യാറാക്കുന്നതാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രഹസ്യവും പരസ്യവുമായി അവർ ചലിപ്പിച്ച തിന്മകളുടെ ചലനങ്ങൾ അതിസൂക്ഷ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. അതിനാൽ തന്നെ അതിനനുസൃതമായ ശിക്ഷ പരലോകത്തും അവർക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നതാണ്. അതാണ് 14-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് പതിയിരിക്കുന്ന സ്ഥാനത്ത് തന്നെയുണ്ട്. അഥവാ റബ്ബിനെ ധിക്കരിക്കുകയും പ്രവാചകരെ നിഷേധിക്കുകയും ചെയ്യുന്നവർ അറിഞ്ഞുകൊള്ളട്ടെ, തങ്ങൾ ചെയ്യുന്ന അതിക്രമങ്ങൾക്കും തോന്നിവാസങ്ങൾക്കുമുള്ള അനന്തരഫലം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുക തന്നെ ചെയ്യും. അത് ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇപ്രകാരം ഭൂമിയിൽ ധിക്കാരം നടത്തിയവരെല്ലാം തന്നെ ഇത് അനുഭവിച്ചിട്ടുമുണ്ട് എന്ന് നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഹമ്മദിലെ 10-ാമത്തെ വചനം അല്ലാഹു പറയുന്നു, അഫലം യസീറു ഫിൽ അർള്, ഭൂമിയിലൂടെ അവർ സഞ്ചരിക്കുന്നില്ലേ, ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുണ്ടായിരുന്ന ജനവിഭാഗങ്ങൾ അവരുടെയൊക്കെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് അവർ കാണുന്നില്ലേ. ദമ്മറല്ലാഹു അലൈഹിം, അല്ലാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. വലിൽ കാഫിരീന അംസാലുഹ, ഇനിയും ജീവിതത്തിൽ കുഫ്ർ ചെയ്യുന്ന ആളുകൾക്ക് ഇതേ രീതിയിലുള്ള അനന്തരഫലം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക എന്ന്. അതേപോലെ തന്നെ സൂറത്ത് ഹൂദിലെ 89-ാമത്തെ വചനം ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനങ്ങളോടായിക്കൊണ്ട് പറയുന്നുണ്ട്, വയാ ഖൗമി ലാ യജ്രിമന്നകും ശിഖാഖി അൻ യുസീബകും മിസ്ലു മാ അസാബ ഖൗമ നൂഹിൻ ഔ ഖൗമ ഹൂദിൻ ഔ ഖൗമ സാലിഹിൻ ഔ ഖൗമ ലൂത്തിൻ മിൻകും ബിബഈദ്. കഴിഞ്ഞ സമുദായക്കാർക്ക് നൂഹ് നബിയുടെയും ഹൂദ് നബിയുടെയും സാലിഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഒക്കെ ജനവിഭാഗക്കാർക്ക് സംഭവിച്ച ആ വലിയ വിപത്ത് അല്ലെങ്കിൽ അവരെ ബാധിച്ച ആ ഒരു ശിക്ഷ അത് എന്നോടുള്ള തർക്കം മൂലം നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ എന്ന് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അപ്പൊ ആ ജനവിഭാഗക്കാർക്കെല്ലാം തന്നെ ശക്തമായുള്ള ശിക്ഷ അള്ളാഹു അവരുടെ മേൽ ഇറക്കിയിട്ടുണ്ട്, അതവർ അനുഭവിച്ചിട്ടുമുണ്ട് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്രകാരം ഭൂമിയിൽ ധിക്കാരം കാണിച്ച എല്ലാ സമുദായങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ധിക്കാരത്തിന് അനുസൃതമായ രീതിയിൽ അവർക്ക് പ്രതിഫലം നൽകിയിട്ടുണ്ട്. അവരുടെ അനന്തരഫലം അത്രയും മോശമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അതിനെല്ലാം അപ്പുറം അതിനേക്കാൾ ഭീതിജനകമായ അവസ്ഥ അത് പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നതായിരിക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു വചനം അത് നമ്മുടെ മനസ്സുകളിൽ കൊത്തിവെക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ റബ്ബ് പതിസ്ഥാനത്ത് തന്നെയുണ്ട്. അഥവാ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട് എന്ന കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പ്രവാചക അധ്യാപനങ്ങൾക്ക് വില കൽപ്പിക്കാതിരിക്കുകയും ആരാധനാ കർമ്മങ്ങൾക്ക് മൂല്യം നൽകാതിരിക്കുകയും അഹങ്കാരവും ധിക്കാരവും കുത്തി നിറച്ച മനസ്സിനുടമകളായി നാം മാറുകയും ചെയ്താൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പതിയിരിക്കുന്ന സ്ഥാനത്ത് തന്നെയുണ്ട്, എല്ലാം അവൻ നിരീക്ഷിക്കുന്നുണ്ട് എന്ന്
നാം ബോധമുള്ളവരായിരിക്കുക. ഈ വചനം അത്തരത്തിലുള്ള താക്കീതും ഉണർത്തലുകളുമൊക്കെ ആയിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുമുണ്ട്. അത് ആ രീതിയിൽ തന്നെ നാം ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.